നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞു വിടുന്നത്, സ്കൂളിൽ പറഞ്ഞു വിടുന്നത്? അധ്യാപകരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ അധ്യാപകരുടെ അടുത്ത് പറഞ്ഞു വിടുന്നത്. പണ്ടൊക്കെ ഇപ്പൊ ഇന്ത്യയൊക്കെ ചെറുപ്പത്തില് നമുക്കൊരു അടി അധ്യാപകർ അടിച്ചു എന്ന് പറഞ്ഞ് പെരേച്ചെന്ന് പരാതി പറഞ്ഞാൽ ആ, ഒന്നും പറ്റിയില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നായിരുന്നു അധ്യാപകര് അടിച്ചു എന്ന് പറയുമ്പോൾ വീട്ടിലെ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായം. അത്രത്തോളം ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അന്നത്തെ അധ്യാപകരൊക്കെ നമുക്ക് വലിയ കാര്യമാണ്. എൻ്റെ കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുള്ള രമണ സാറായാലും, മലയാളം പഠിപ്പിച്ച അനന്തോസ്മ ടീച്ചറായാലും, പിന്നെ എൻ്റെ LP എന്നെ പഠിപ്പിച്ച കമലമ്മ ടീച്ചറായാലും, ഇവരൊക്കെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നത്തെ ഇപ്പൊ അറിയുന്നത് 3 ടീച്ചർമാരെ മയക്കുമരുന്ന് കേസിൽ, MDMA വിതരണം ചെയ്ത കേസിൽ പിടിച്ചിരിക്കുക. നല്ല സുന്ദരികളായിട്ടുള്ള 3 പേര്, തറവാടും തന്റെ തറവാടുമുള്ള തറവാട്ടുകാരായിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. എവിടെ എത്തി നിൽക്കുകയാണ്? എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവരെ സ്കൂളിൽ, നമ്മുടെ മക്കളെ സ്കൂളിൽ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്? ഇവർക്ക് എന്തെങ്കിലും, ഈ കുട്ടികൾക്ക് മിഠായി ആയിട്ടോ അല്ലാതെ എന്തെങ്കിലും കൊടുക്കൂല എന്ന് വല്ലതും പറയാൻ പറ്റുമോ? ഇപ്പൊ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് അത്തരത്തിൽ എന്തോ ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊക്കെ സംശയമുണ്ട് എന്നാണ്. വല്ലാത്തൊരവസ്ഥയാണത്. വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് അധ്യാപകരിലേക്ക് എത്തുമ്പോൾ, വേറെ എവിടെ എത്തിയാലും വേണ്ടില്ല, അധ്യാപകരിലേക്ക് ഇത് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഒരല്പം കടന്നു കൈയാണ്. അനീഫ എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഒരു ടെക്സ്റ്റ്, അയാള് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. സത്യത്തിൽ അത് കേൾക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥിതിയുണ്ട്. കുറെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളും കുറെ അല്ലാത്ത നിയമങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങൾ എത്രത്തോളമാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതും കൂടെ ഇതിനൊക്കെ കാരണമാണ്. ആവശ്യമില്ലാത്ത കുറെ നിയമങ്ങളും കുറെ ജെൻഡർ ഈക്വാലിറ്റിയും. എന്തൊരു കഷ്ടം. ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. നോക്കൂ. ആകാശ ചടുലത കൊണ്ടും നിറം കൊണ്ടും പ്രസരിപ്പ് കൊണ്ടും അത്യാകർഷകരായ മഹിളാരത്നങ്ങൾ. നിറം വെളുപ്പാണെങ്കിലും അവരുടെ മനസ്സ് കറുപ്പാണ്. അധ്യാപിക വേഷം കെട്ടി കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ നമുക്കും കിട്ടണം പണം എന്ന മോഹവുമായി സമൂഹത്തിനെ നശിപ്പിക്കുന്ന വിഷകന്യകമാരാണിവർ. കീർത്തന, കാവ്യ, നീഷ്മ എന്നിവർ സ്പെഷ്യൽ അധ്യാപികമാരാണ്. ഇവരുടെ ജീവിതമാകട്ടെ അടിപൊളിയും. ഇതിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിൽ 6 മാസത്തിനിടെ ഇടപാട് നടന്നത് 1 കോടിയിലേറെ രൂപയാണ്. കീർത്തന പോലീസ് പിടിയിലായതോടെയാണ് കാവ്യയും നീഷ്മയും കൂടി അകത്താകുന്നത്. മാരക രാസലഹരിയായിട്ടുള്ള MDMAയുമായി ഒട്ടേറെ സ്ത്രീകളെയാണ് ഈയിടെ പോലീസ് പിടികൂടിയത്. യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ പിറന്ന് മുഖത്ത് ഈമാനും ഇസ്ലാമും വിജൃംഭിക്കുന്ന 1-ാം തരം വീട്ടമ്മയായ ഖദീജയെ മുക്കം പോലീസാണ് അകത്താക്കിയത്. പിടികൂടപ്പെട്ടവരിൽ മറ്റുള്ളവർ ഏറിയ പങ്കും സാക്ഷാൽ കൂതറകളുമാണ്. തൃശൂർ PG പോലീസ് പിടികൂടിയവരിൽ വിദ്യയും ശ്രീലക്ഷ്മിയും അവരുടെ രഹസ്യഭാഗത്താണ് MDMA ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഒളിപ്പിക്കാൻ ഏറ്റവും മികച്ച പ്രദേശവും അത് തന്നെ. അതുകൊണ്ട് തന്നെ സ്ത്രീ കുറ്റവാളികൾ പിടികൂടപ്പെട്ടാൽ വനിതാ പോലീസ് തൊണ്ടി മുതലിനായി പ്രദേശം അരിച്ചു പെറുക്കുന്നത് ഒരു കീഴ്വഴക്കമായി മാറിയിട്ടുണ്ട്. വിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും സമന്വയ പ്രതീകമാണ് നമുക്കുള്ള സ്ത്രീ സങ്കല്പം. പുരുഷനും സ്ത്രീയും തുല്യരും പരസ്പരം ആശ്രിതരുമാണ് എന്ന അർദ്ധനാരീശ്വര സിദ്ധാന്തവും നമുക്കുണ്ട്. ബ്രിട്ടീഷുകാരോട് ഒറ്റയ്ക്ക് പൊരുതിയ ഝാൻസി റാണിയും പാതിവൃത്യം കൊണ്ട് മധുര നഗരം ക്രോധാഗ്നിയിൽ ചാമ്പലാക്കിയ കണ്ണകി ദേവി, വെട്ടിത്തിളങ്ങുന്ന ഉറുമി കൊണ്ട് ശത്രുക്കളെ നേരിട്ട വടക്കൻ പാട്ടുകളെ ഉണ്ണിയാച്ചയും, അനീതിക്കെതിരെ സ്വന്തം ഉലകളരിഞ്ഞിട്ട നങ്ങേലിയും, രാജ്യത്തിന്റെ വാനമ്പാടി സരോജിനി നായിഡുവും എന്നിങ്ങനെ എക്കാലവും അഭിമാനിക്കാവുന്ന സാത്വികരായ മഹിളകളുടെ ജീവിതരേഖ നമുക്കറിയാം. ഇപ്രകാരം ത്യാഗവും സഹനവും ആത്മസമർപ്പണവുമാണ് സ്ത്രീയുടെ മുഖമുദ്രയായിട്ട് കണക്കാക്കുന്നത്. സാമൂഹിക മാറ്റങ്ങളിലൂടെ ഒട്ടേറെ പരിമിതികൾ സ്ത്രീകൾ നേരിടുന്നുവെങ്കിലും അവരിന്നും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആണിക്കല്ലായി തന്നെ നിലകൊള്ളുന്നു. സുഹൃത്തായി, മകളായി, സഹോദരിയായി, ഭാര്യയായി, അമ്മയായി, മുത്തശ്ശിയായി ജീവിതം പകർന്നും പരിപാലിച്ചും നമ്മുടെ പൈതൃകം കൈമാറി വരുന്നതിൽ അവർക്കുള്ള പങ്ക് വിലമതിക്കാനാവില്ല. സ്നേഹം, നീതി, ധർമ്മം, കർമ്മം, ഭക്തി എന്നിങ്ങനെ വെളിച്ചമേകുന്നത് കൊണ്ടാണ് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് വിശേഷിപ്പിച്ചതിന്റെ അടിസ്ഥാനവും. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന ശില സ്ത്രീ ആയിരിക്കെ നടപ്പുകാലത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്ത്രീകളെ കുറ്റകൃത്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് പ്രേരകമായിട്ടുണ്ട്. ആധുനിക മഹിളാരത്നങ്ങളിൽ ഒരു വിഭാഗം പണം സമ്പാദിക്കുന്നതിനും അതുവഴി ജീവിതം കുത്തഴിഞ്ഞ അർമാദിക്കലിനുമായി തിരഞ്ഞെടുക്കുന്ന വഴി അത്യന്തം ഹീനമാണ്. കൂടത്തായി കേസ്, കഷായം ഗ്രീഷ്മ എന്നിങ്ങനെ സ്ത്രീകൾ നടത്തിയ കുറ്റകൃത്യത്തിന്റെ ഭാവഹാദികളും വ്യത്യസ്തമാണ്. ഇതെല്ലാം തന്നെ
ആശങ്കാജനകമായ ഒരു തലത്തിലേക്ക് ചെന്നെത്തുന്നു. നേരത്തെ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം തുലവും കുറവായിരുന്നു. കാലം മുന്നേറവെ സ്ത്രീകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവവും തീവ്രതയും ഭയാനകമായി മാറുന്നു. ഗൗരവതരമായ ഒരു സാമൂഹിക വിഷയമാണിത്. സമൂഹത്തിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്നതാണ് അധ്യാപക സമൂഹം. ആ വിശുദ്ധ വൃത്തിയെ കളങ്കപ്പെടുത്തുന്ന അധ്യാപകയൻ പഹയത്തികളുടെ എണ്ണവും പെരുകയാണെന്ന്. ഇന്നത്തെ ഗുരുശിഷ്യ ബന്ധം ബ്രോകളും ചങ്കും കട്ട ഫാൻസുകളായി മാറി. തന്മൂലം അധ്യാപകർ പ്രതികളാകുന്ന പോക്സോ കേസുകളും അതോടെ വർദ്ധിച്ചു. അറിവിന്റെയും നൈതികതയുടെയും പവിത്രത നഷ്ടപ്പെട്ട് പരിഭാവനമായ അധ്യാപനം എന്നത് കേവലം തൊഴിലോ കച്ചവടമോ ആയി മാറി. ഗുരുമുഖത്ത് നിന്ന് ലഭിക്കേണ്ട വിദ്യയും ധാർമ്മികമായ വഴികാട്ടലും പൂർണ്ണമായും ഇല്ലാതായി. പുതിയ അറിവുകൾ ആർജിക്കുന്നതും സ്വയം നവീകരിക്കുന്നതുമാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത. അത് ഇന്ന് ഇല്ലതാൻ. പോലീസ് പിടികൂടിയ 3 അധ്യാപികമാരും ലഹരി ഉപയോഗിച്ച് ശീലിച്ചവരാണ്. ഇതിലൊരാൾ സൂംബ ഡാൻസിന്റെ ട്രെയിനർ കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളിലും വിവര വിസ്ഫോടനത്തിലും നമ്മുടെ കുട്ടികൾ അടിമപ്പെടുകയും നാം ഭൗതികവാദത്തിലേക്ക് മാറുകയും ചെയ്തതോടെ അധ്യാപകരും അതിന്റെ ഭാഗമായി. മൂല്യബോധം വളർത്തുന്നതിന് പകരം മാർക്കുകൾക്കും വിജയശതമാനത്തിനും പ്രാധാന്യം നൽകുന്നതായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. കുട്ടികളുടെ വ്യക്തിഗത വളർച്ചയിൽ ശ്രദ്ധിക്കാതെ സൂംബ ഡാൻസും ജെൻഡർ ന്യൂട്രലും കൂട്ടിക്കൊഴിച്ച് കേവലം സിലബസ് പൂർത്തിയാക്കൽ മാത്രമായി അധ്യാപനം. പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ വിജയികളുടെ ഫോട്ടോകൾ ആലേഖനം ചെയ്ത ഫ്ലക്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. പെട്ടെന്ന് സംശയിക്കില്ല എന്ന ധാരണയിലാണ് പ്രധാനമായും കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകൾ ഭാഗധേയത്വം വഹിക്കുന്നത്. രഹസ്യഭാഗങ്ങളുടെ സൗകര്യം അവർക്ക് അനുകൂലമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. സ്ത്രീ കുറ്റവാളികളെ കൈകാര്യം ചെയ്യുമ്പോഴും വിചാരണ ചെയ്യുമ്പോഴും ലിംഗപരമായ പ്രത്യേകതകളും മാനസികാവസ്ഥകളും കണക്കിലെടുത്ത് പ്രത്യേക പരിഗണന നമ്മുടെ നിയമവ്യവസ്ഥയിൽ അവർക്കുണ്ട്. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, പുരുഷനില്ലെങ്കിൽ സ്ത്രീയുമില്ല. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്നത് എന്തും ഗതികെട്ട് സഹിക്കുകയാണ് പൊതുസമൂഹം. ഒട്ടേറെ ന്യൂനതകൾ പുരുഷാധിപത്യം എന്ന സംജ്ഞയ്ക്കുമുണ്ടെങ്കിലും പരസ്പര പൂരിതമാണ് സ്ത്രീയും പുരുഷനും. പുരുഷൻ സ്ത്രീയെ നിയന്ത്രിച്ചേ മതിയാകൂ. അതിന്റെ പേരല്ല പുരുഷാധിപത്യം എന്നത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് സംസ്ഥാന വനിതാ കമ്മീഷനാണ്. Different angles. Don't forget to subscribe and support this channel.